ഇസ്രായേലിനെ കുറ്റപ്പെടുത്താൻ കുറെ ആളുകൾ രംഗത്ത് ഇറങ്ങുന്നുണ്ട്. അതായത് ഹമാസിന്റെയും ഗാസയിലെ ജനങ്ങളുടെയും വേദന കണ്ടുകൊണ്ട് ഇസ്രായേലിനെ തെറിവിളിക്കുകയും ഇസ്രായേലിനെ തള്ളിപ്പറയുകയൊക്കെ ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്ത തെറ്റെന്താണ്? അല്ല, അതൊരു പുതിയ കാര്യമല്ലല്ലോ. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായ കാലം മുതൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്താതെ യുദ്ധവെറിയുടെ, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, സാമ്രാജ്യത്വ ദുഷ്പ്രഭുത്വത്തിൻ്റെ, സാമ്രാജ്യത്വ ശക്തികളുടെയൊക്കെ ഒരു പ്രതീകമായിട്ട് ഇസ്രായേലിനെ എങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ ലോകത്ത്. യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്നതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ സഹിച്ച ഒരു ജനതയാണ് ഈ യൂതന്മാർ എന്ന് പറയുന്നത്. അത്രയേറെ സഹിച്ച ഒരു ജനതയും ലോകത്തില്ല, ഒരു വംശം എന്നുള്ള നിലയിൽ. അത്രയേറെ പീഡനങ്ങൾ കൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ആളുകൾക്ക്. പക്ഷേ ഇവരുടെ സഹിച്ച ഒരു സമൂഹം, ഒരു വംശം എന്നുള്ള നിലയിൽ ലോകത്തില്ല. കാരണം ലോകത്തെ പല ഭാഗത്തും നിഷ്കാസിതരായിട്ട് ചെന്നാണ് അവരിങ്ങനെ ഒരു രാജ്യം രൂപീകരിച്ചു തന്നെ. ജീവിക്കാൻ വേണ്ടി അവരുടെ പിതൃഭൂമിയിൽ അവർക്ക് ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അവിടെ എത്തിച്ചേർന്ന് അവരെ ഒരു രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അവരുടെ രാഷ്ട്രം എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു രാജ്യം അവർ വീണ്ടെടുക്കുകയും അവിടെ താമസിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ പ്രതിരോധിക്കുകയാണ് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പ്രതിരോധത്തെ ആക്രമണമായി കണ്ടുകൊണ്ടാണ് പല ലോകരാഷ്ട്രങ്ങളും ഒരു പരിഷ്കൃത പരിപാടി എന്ന് പറയുന്നത് ഇസ്രായേലിനെ ചീത്ത പറയുക. ഇസ്രായേലിനെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതാണ് പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് ലോകം. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇസ്രായേലുമായിട്ട് നമ്മുടെ നേതൃബന്ധമൊക്കെ തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയാണല്ലോ. ഏറ്റവും പുതിയ ആക്രമണത്തിലും അങ്ങനല്ലേ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഇപ്പോൾ 47 മുതൽ, അല്ലെങ്കിൽ ഇസ്രായേൽ രൂപപ്പെട്ടു വന്ന കാലം മുതൽ ഇങ്ങനെ നടക്കുന്ന സംഘർഷങ്ങളിലൊക്കെ ഈ പ്രതിരോധങ്ങളിൽ അവർ പ്രതിരോധിക്കുക ചെയ്തത്. പക്ഷേ പ്രതിരോധത്തിൽ അവർ വിജയിക്കുന്നു. അതാണ് ഈ ആളുകളെ അസ്വസ്ഥപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നു. പല ലോകരാഷ്ട്രങ്ങളും അസ്വസ്ഥപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഈ പ്രതിരോധത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിയുന്നു, അത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഹമാസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഭീകര സംഘടനകളിൽ ഒന്നാണ് എന്ന് ഉള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അതിലൊരു ലോകരാഷ്ട്രത്തിലും സംശയമൊന്നുമില്ല. പിന്നെങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുന്നത്, അത് വേറൊരു അതവിടെ നിൽക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ നടന്ന സംഭവത്തിൽ തന്നെ ഹമാസിൻ്റെ ക്രൂരമായ ആക്രമണം ഇസ്രായേലിലേക്ക് നടന്നു എന്നതാണല്ലോ. ആക്രമിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ തിരിച്ചടിക്കുന്നു എന്ന് പറയുന്നത് അത് ശക്തിയും ബലവും ബുദ്ധിയും കരുത്തും ഉള്ളവരത് ചെയ്യത്തില്ലേ? അത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഇസ്രായേലിനെ പോലുള്ള രാജ്യത്ത് അവർക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത്. ചുറ്റും ശത്രുക്കളെ സത്യത്തിലൊരു വിസ്മയമല്ല ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ശത്രു രാജ്യങ്ങളുടെ നടുവിൽ കിടന്നുകൊണ്ട് ഒരു രാജ്യം, ആ ജനത ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു. ജീവിക്കാൻ വേണ്ടി പാടുപെടുകയാണ്. അവിടെ കുട്ടികൾ, ആളുകൾ കൈത്തൂക്കമൊക്കെ ആയിട്ടാണ് നടക്കുന്നത് തന്നെ. നമുക്ക് അല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അവർക്കുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോഴാണ് നമ്മൾ ഈ ശരിയാണ്, യുദ്ധം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഏത് യുദ്ധവും കുഞ്ഞുങ്ങളുടെ വിലാപം ഉണ്ടാകുമല്ലോ. കുഞ്ഞുങ്ങളുടെയും വിധവകളുടെയും ദുഃഖമാണ് ലോകത്തുള്ള ഏത് യുദ്ധങ്ങളുടെയും ബാക്കിപത്രം എന്ന് പറയുന്നത്. അങ്ങനെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് ഗാസയിൽ മാത്രമല്ല ഈ സംവിധാനം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾ വിലപിക്കുന്നതും പിന്നെ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നതും ഗാസയിൽ മാത്രമല്ല. പക്ഷേ ശരിയാണ്. പക്ഷേ ഇവർക്ക് അതിരിക്കാൻ എങ്ങനെയാണ് കഴിയുക ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം? ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞു കഴിഞ്ഞ ശേഷം അങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ആക്രമിക്കുക എന്നുള്ളതല്ലേ അവർക്ക് നിലനിൽക്കാൻ പാടുപെടുന്ന ഒരു രാജ്യത്തിന് കഴിയത്തുള്ളൂ. നമ്മുടെ രാജ്യത്തും അങ്ങനെയല്ലേ സംഭവിച്ചത്. ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തും ഭീകരരുടെ ആക്രമണത്തിൽ എത്ര പരിധിവരെ നമ്മൾ ക്ഷമിച്ചത് ഒരു രാജ്യം എന്നുള്ളത്. എന്നിട്ടല്ലേ നമുക്ക് തിരിച്ചടി ശക്തമായി കൊടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടല്ലേ അല്ലേ നമ്മൾ വേണം എന്ന് ഇത്ര നല്ലൊരു ആക്രമണം അല്ലെങ്കിൽ ഇത്ര വലിയ തിരിച്ചടി കൊടുത്തത് അങ്ങനെയല്ലേ. അപ്പം അതുപോലെ ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെ പിന്നെ ഇപ്പോൾ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ഗാസയ്ക്ക് വേണ്ടി അമേരിക്ക വരെ ഈ ഗാസ കൈവശപ്പെടുത്താനുള്ള ശ്രമം ഉണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക വിലപിക്കുമ്പോൾ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന കുറെ പേരും വിലപിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. എന്താണ് ഇസ്രായേലിനോട് ഈ നിലനിൽപ്പിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് അവർ നടത്തുന്നത്? ഇപ്പോൾ പലസ്തീൻ്റെ മോചനം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേർ നിലവിളിക്കുന്നുണ്ട്. ഈ പലസ്തീൻ്റെ മോചനം അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കത് വേണം. തീർച്ചയായിട്ടും അവിടെയും ജനങ്ങളും കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഈ ഒരു ഭീകര സംഘടന ചില ആളുകളെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഇത്തരം കൊള്ളരുതായ്മകൾ അത് അംഗീകരിച്ചു കൊടുക്കുന്നത് ശരിയാണ്? ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുന്നത് ശരിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭീകര പ്രവർത്തനവും സ്വാതന്ത്ര്യവും തമ്മിൽ സാമ്യമില്ല. ജനത ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വിമോചനം എന്ന് പറയുന്നത് ഒരു ഭീകര പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ല എന്ന് വേണം നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ. പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം പാലസ്തീൻ യഥാർത്ഥത്തിൽ ഒത്തുതീർപ്പുകൾ പോലും പലപ്പോഴും നടക്കുന്നില്ല പലരുടെയും അടുത്ത്. കാരണം
നമ്മുടെ ഒരു പുതിയ സമൂഹത്തിൽ അല്ലെങ്കിൽ ലോകത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടോ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത്, അത് പ്രത്യേകിച്ച് നമ്മൾ ഒരു മതത്തെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ലെങ്കിലും ഒരു മതത്തിൽ അങ്ങനെ ഏറെ ഉണ്ട്, നമ്മൾ കാണുന്നു. അത് നമ്മൾ കണ്ടുകൊണ്ട് നേരെ കാണുന്ന കാര്യങ്ങളെ നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പോൾ ജനങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പിന്നെ ജിഹാദി എന്ന് പറയുന്ന മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കണ്ടുകൊണ്ട് നടത്തുന്ന തീവ്രവാദ പ്രവർത്തനവും സ്വാതന്ത്ര്യ സമരവും രണ്ട് കാര്യങ്ങളാണെന്ന് അംഗീകരിക്കപ്പെടാതെ ലോകത്തിന് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അത്തരം ഒരവസ്ഥയിലാണ് ലോകം എത്തി നിൽക്കുന്നതെന്ന് പറയുന്നത്. വിമോചന പോരാട്ടം എന്ന് പറയുന്നതും സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും ഒരിക്കലും ഒരു വെറും തീവ്രവാദ പ്രവർത്തനം, ചിലപ്പോൾ അതിനകത്ത് തീവ്രവാദപരമായ നിലപാടുകൾ എടുക്കേണ്ടി വന്നേക്കാം, കാര്യങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ അതൊരിക്കലും ഒരു 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 ഭീകര പ്രവർത്തനമോ തീവ്രവാദ പ്രവർത്തനമോ മാത്രമായി അധപ്പതിക്കാൻ പാടില്ല ഒരു വിമോചന പോരാട്ടവും. പാലസ്തീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ പാലസ്തീൻ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കുകയും പാലസ്തീൻ രാജ്യത്തിന് എന്ന് പറഞ്ഞ് പാലസ്തീൻ ഒരു സമൂഹം എന്നതിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും. പക്ഷേ അവിടെയും കടന്നുകൂടുന്ന ഈ ഹമാസ് പോലെയുള്ള ശക്തികളെന്ന് പറയുന്നത്, അവർ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് വേണം. അങ്ങനെ അവരുടെ നിലനിൽപ്പിന് ആവശ്യമാണ് അവരുടെ പ്രവർത്തനം. കാരണം ഈ ഭീകര പ്രവർത്തനം ഇപ്പോൾ ഹമാസ് പോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭീകര പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലായി മാത്രം ഒതുക്കി നിർത്തുന്നതല്ല. അവർക്കൊരു ആഗോള മാനവും ആഗോള ലക്ഷ്യങ്ങളുമുണ്ട്. അത് നമ്മൾ ഈ ലഷ്കർ-ഇ തൊയ്ബ പോലെയുള്ള നമ്മുടെ ഈ ഇവിടെയൊക്കെയുള്ള ആക്രമണ സ്വഭാവമുള്ള തീവ്രവാദ സംഘങ്ങൾ പോലും ആഗോള മാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ ഹമാസിൻ്റെ ഒക്കെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചു വരുന്ന ഒരു സമൂഹത്തിന് എതിരെ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഇന്ത്യ ഇസ്രായേലും തമ്മിലുള്ള ഒരു ബന്ധത്തെ എങ്ങനെയാണ്? കാരണം എല്ലാ ലോകരാജ്യങ്ങളും ഒട്ടുമിക്ക ലോകരാജ്യങ്ങളും ഇസ്രായേലിനെതിരെ നിൽക്കുമ്പോൾ ഈ 2014 ശേഷമുള്ള കാഴ്ച ഇന്ത്യയെ ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്ന, ഇന്ത്യയോടും അവർക്ക് വല്ലാത്തൊരു ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണം വന്ന സമയത്തും എൻ്റെ സഹോദരങ്ങളെ തൊട്ടാൽ എന്നെ തൊടുന്നത് പോലെയാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായി നിലപാട് ഇന്ത്യക്കൊപ്പം നിന്ന് സ്വീകരിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഒരു? നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗം, അതാണല്ലോ അതിലെ ഏറ്റവും വലിയ പ്രസംഗം എന്ന് പറയുന്നത്. ആ പ്രസംഗം സ്വാമി ആരംഭിച്ചത് എങ്ങനെയാണ്? അതിൽ പറയുന്നത്, ഈ സകല ജനങ്ങളുടെയും ജനയത്രിയുടെ നാമധേയത്തിൽ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. കൂടാതെ ലോകം മുഴുവൻ ഈ പറഞ്ഞ ഒരു സമൂഹത്തിന്, ലോകത്തു നിന്നും മുഴുവൻ ബഹിഷ്കൃതരാക്കപ്പെട്ട ഒരു സമൂഹത്തിന്, ഈ യൂത സമൂഹത്തിന് കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. സമൂഹത്തിന്, ആ സമൂഹത്തെ ചേർത്ത് പിടിക്കുകയും ഇവിടെ അഭയം കൊടുക്കുകയും ചെയ്ത ഒരു രാജ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നതാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. തീർച്ചയായിട്ടും ആ ജനതയുടെ ലോകത്ത് നിന്ന് പലപ്പോഴും ആട്ടിപ്പായിക്കപ്പെട്ടപ്പോൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഈ ജൂത ജനതയെ ഇന്ത്യ സ്വീകരിച്ചത്. അവർക്കൊരു വലിയ, നമ്മുടെ ജൂത സങ്കേതങ്ങൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ ആണല്ലോ കൂടുതൽ ജൂതന്മാരുണ്ടായിരുന്നു, നമുക്കറിയാമല്ലോ. അവരെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നിഷ്കാസിതരായി. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ലോകം മുഴുവൻ ഇത്രയേറെ അലഞ്ഞു തിരിഞ്ഞ ഒരു സമൂഹമില്ല. ഇങ്ങനെ നമുക്കറിയാം ഈ പറയുന്നവരൊക്കെ തന്നെ ഹിറ്റ്ലറെ ഏറ്റവും വലിയ ഫാസിസ്റ്റായി ആക്ഷേപിക്കുന്ന ആളുകൾ തന്നെയാണ് ഇസ്രായേലിനെതിരെ നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഹിറ്റ്ലറെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ഈ യാസ് ചേംബർ അടക്കമുള്ള ജൂതനാണെന്ന് പറഞ്ഞാൽ അനുഭവിക്കേണ്ടി വന്ന എത്രയോ പീഡനങ്ങളാണ്. അപ്പോൾ ഹിറ്റ്ലറെ അതിൻ്റെയൊക്കെ പ്രതിനിധിയായിട്ട് കാണുന്നുണ്ട് ലോകത്ത്. എന്താ ഫാസിസം അതിൻ്റെ കുഴപ്പക്കാരാണ്. എന്നാൽ അതിൽ ഹിറ്റ്ലർ പീഡിപ്പിച്ച ജനതയുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരെ കുഴപ്പം ചെയ്യുന്നത് പോലെയാണ് പറയുന്നത്. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് അട്ടിപ്പായിക്കപ്പെട്ട് ഇന്ത്യയോടുള്ള കാര്യമാണല്ലോ ചോദിച്ചത്. അപ്പോൾ അവരെ സ്വീകരിക്കുകയും ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്തപ്പോൾ വൈകാരികമായി അത്ര ഒരു ബന്ധമുണ്ട്. അത് മറച്ചു പിടിക്കാൻ എത്ര ശ്രമിച്ചാലും അത് പറ്റാതെ വരുന്നു എന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം തൊട്ട് ഇസ്രായേൽ, നമുക്കറിയാം എന്താ ഇസ്രായേലിനെ അംഗീകരിച്ച് തുടങ്ങിയെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവർ അങ്ങനെ മാനസികമായി ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അങ്ങനെയല്ലേ? അതെ, തീർച്ചയായിട്ടും ഇന്ത്യ അത്രത്തോളം ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം ഇസ്രായേൽ നിൽക്കുന്നുണ്ട്. ജൂതന്മാരെ കൈവെടിയില്ല, എപ്പോ വേണമെങ്കിലും ധൈര്യമായി അവർക്ക് ഇന്ത്യയിലേക്ക് വരാം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു അത് ചെയ്തിരുന്നു. വാക്കുകൂടി ഇന്ത്യ നൽകുന്നുണ്ട്. ഒരു നന്ദിപൂർവ്വമായ സൂചന. ബംഗ്ലാദേശിലെ കൂട്ടല്ല, രാജ്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഭാര്യയും പണിയും മാത്രമല്ലാതെ ഒന്നും അവർ ചെയ്യുന്നില്ല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലല്ല എന്നാണ് എന്ന് വേണം കരുതാൻ.